ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ് സഹനത്തിൻ്റെ പാഠം. നിന്റെ ജീവിതത്തിൽ നീ തനിച്ചാണെന്ന് തോന്നിയിട്ടുണ്ടോ? കുരിശിലേക്ക് നോക്കൂ. നിന്റെ രക്ഷകനായ ക്രിസ്തു അവിടെ തനിച്ചാണ്. നിന്റെ ജീവിതത്തിൽ നീ തിരസ്കരിക്കപ്പെട്ടെന്നും അവഹേളിക്കപ്പെട്ടെന്നും തോന്നിയിട്ടുണ്ടോ? കുരിശിലേക്ക് നോക്കൂ. അതിൽ നഗ്നനായി പിടയുന്ന ക്രിസ്തുവും മനുഷ്യരുടെ തുപ്പലുകളും ആക്ഷേപങ്ങളും ഏറ്റവൻ തന്നെയാണ്. നിന്റെ ജീവിതത്തിൽ എന്നും ദുരന്തങ്ങളും അന്യായ സഹനങ്ങളും രോഗപീഠകളും മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? കുരിശിലേക്ക് നോക്കൂ. അവൻ നിന്നേക്കാൾ നീതിമാനായിരുന്നിട്ടും അവന് ഈ ഗതി വന്നുവെന്ന് മനസ്സിലാക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് സകലതും നഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ടോ? കുരിശിലേക്ക് നോക്കൂ. തുറന്നു പിടിച്ച കരങ്ങളിൽ ആണികൾ മാത്രം സ്വന്തമായുള്ള ക്രിസ്തുവിനും ലോകം നൽകുന്ന സകലതും നഷ്ടമായിട്ടുണ്ട്. സ്വന്തമായി ഉണ്ടായിരുന്ന അമ്മയെപ്പോലും അവസാനത്തുള്ളി ചോരയിൽ മുക്കി ഒരു തിരുവോസ്തി കണക്ക് മാനവരാശിക്ക് സമ്മാനമായി നൽകിയവനാണ് ക്രിസ്തു. അതെ, ആ കുരിശിൽ നിന്നാണ് നാം പാഠങ്ങൾ പഠിക്കേണ്ടത്. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കരുണയുടെ, ത്യാഗത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, ഉപേക്ഷയുടെ, സഹനത്തിൻ്റെ എന്നിവേണ്ട പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും മനുഷ്യന് ഊഹിക്കാവുന്നതിലും പ്രാപിക്കാവുന്നതിലും അധികം രഹസ്യങ്ങൾ കുടികൊള്ളുന്ന നൊമ്പരത്തിൻ്റെ ചഷകമാണ് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ കുരിശ്. ആ കുരിശിൻ്റെ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ.